ആര് കത്തിക്കയറി? അല്ല, വിവാദങ്ങൾ എന്ന് പറയുന്നത് എനിക്കെതിരെയുള്ള വിവാദമായിരുന്നില്ല. അത് രണ്ടും പൊതുവേ ഉള്ള വിവാദങ്ങളായിരുന്നു അവർ പറഞ്ഞത്. പക്ഷെ പറഞ്ഞത് വട്ടിയൂർക്കാവിലെ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് അത് വട്ടിയൂർക്കാവ് സ്പെസിഫിക് ആയിപ്പോയത്. ഡീലെന്ന് പറയുന്നത് ചെയ്ത് ശീലമുള്ളവർക്കേ ആ ഡീലിനെ കുറിച്ച് അറിയൂ. നമ്മൾ ഒരു പ്രതിച്ഛായ കാണുമ്പോൾ അതുപോലെയാണ് ബാക്കി എല്ലാവരും ഇന്ന് ധരിക്കരുത്. അത് വിഡ്ഢിത്തമാണ്. ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. എന്തായാലും വട്ടിയൂർക്കാവ് NDA സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. എന്തായാലും കരുത്തരാണ് എതിരാളികൾ. എതിരാളികൾക്ക് കരുത്തൊക്കെ ഉണ്ട്. അതുപോലെ കരുത്തൊട്ട ഒരാൾ തന്നെയാണ് ഞാനും. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പ്രധാനമന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. ഇന്നിപ്പോൾ സുരേഷ് ഗോപി പ്രചരണത്തിനുണ്ടായിരുന്നു. അതെ അതെ അതെ, വളരെ വലിയൊരു സപ്പോർട്ടാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും ഒക്കെ കിട്ടുന്നത്. എനിക്ക് കിട്ടുന്നത്, മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നത്. പ്രധാനമന്ത്രി നേരിട്ടിപ്പം 2 പ്രാവശ്യമാണ് വന്നത്. അപ്പം അതുപോലെ തന്നെയുള്ള കരുത്തുള്ള ഒരു പിന്തുണ എനിക്ക് ഏറ്റവും താഴെ നിന്നുള്ള പ്രവർത്തകർ തന്നെ തരുന്നുണ്ട്. പ്രചാരണത്തിന് അധികം സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പെട്ടെന്ന് തന്നെ. ഇപ്പോൾ നാളെ ഇനിയിപ്പം കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലവിൽ ചെയ്തു. തീർച്ചയായിട്ടും കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഓടി നടന്ന് പ്രചാരണം ചെയ്യുമായിരുന്നു. രാവിലെ തൊട്ട് രാത്രി വരെ. ചിലപ്പോൾ ഒരുപാട് ലേറ്റാവും. ചിലപ്പോൾ ഗുഡ് നൈറ്റ് പറയേണ്ടതിന് പകരം ഗുഡ് മോർണിംഗ് പറഞ്ഞാണ് ഞങ്ങൾ പിരിയാറ്. അപ്പം അങ്ങനെ നടക്കാറുണ്ട്. പക്ഷെ അത് വേണ്ടതാണ്. കാരണം അത്രയും മുതലേ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിലവിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന്, ഒരു ഡീൽ വിവാദം ഉണ്ടായിരുന്നു. 2, ലവ് ജിഹാദ് വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിവാദങ്ങളിലൂടെയാണോ നിലവിൽ കത്തിക്കയറിയത്? ആര് കത്തിക്കയറി? അല്ല, വിവാദങ്ങൾ എന്ന് പറയുന്നത് എനിക്കെതിരെയുള്ള വിവാദമായിരുന്നില്ല. അത് രണ്ടും പൊതുവേ ഉള്ള വിവാദങ്ങളായിരുന്നു അവർ പറഞ്ഞത്. പക്ഷെ പറഞ്ഞത് വട്ടിയൂർക്കാവിലെ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് അത് വട്ടിയൂർക്കാവ് സ്പെസിഫിക് ആയിപ്പോയത്. ഡീലെന്ന് പറയുന്നത് ചെയ്ത് ശീലമുള്ളവർക്കേ ആ ഡീലിനെ കുറിച്ച് അറിയൂ. നമ്മൾ ഒരു പ്രതിച്ഛായ കാണുമ്പോൾ അതുപോലെയാണ് ബാക്കി എല്ലാവരും ഇന്ന് ധരിക്കരുത്. അത് വിഡ്ഢിത്തമാണ്. സ്വയം ചെയ്ത് പരിശീലനമുള്ള ഒരാൾ മറ്റുള്ളവരത് ചെയ്യുന്നു എന്ന് പറയുന്നു. അത്രേ ഉള്ളൂ. നിലവിൽ മണ്ഡലത്തിലെ പൊതുവായിട്ടുള്ളൊരു ചിത്രം പരിശോധിക്കുമ്പോൾ എത്ര ലീഡ് വരെ ഉയർത്താൻ സാധിക്കും എന്നുള്ളതാണ്? നിർണായകം, സബ്സ്റ്റാൻഷ്യൽ, അത് മാത്രമേ പറയാൻ പറ്റൂ. എന്തായാലും നിർണായകമായ വോട്ട് നേടും. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മാറാത്തത് മാറും എന്ന് പറഞ്ഞു വെക്കുകയാണ് ആർ ശ്രീലേഖ. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, റിപ്പോർട്ടർ തിരുവനന്തപുരം.